എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മുഖിൻ പെരുവല്ലൂർ. ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത് കിയയുടെ യാർഡിലാണ്. കിയ എന്ന വാഹനത്തിൻ്റെ യാർഡിലാണ്. അവിടെ എത്തിയിരിക്കുന്നത് സെൽറ്റോസ് എന്ന വാഹനത്തിനെ കുറിച്ചും അതിൻ്റെ ആക്സസറീസിനെ കുറിച്ചും അറിയാനാണ്. നിങ്ങളൊരു വാഹനം വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ആക്സസറീസ് വേണം എന്നതിനെക്കുറിച്ച് പറയുന്നതിനാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, അതിൽ കാണാം. ഓക്കെ. സെൽറ്റോസ് GT X-Line. GT X-Line. GT ലൈൻ. എൻ്റെ പേര് അജീഷ്. നമുക്ക് ആക്സസറീസ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മള് റെയിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രോം ഇൻസെർട്ട് ആയിട്ടുള്ള റെയിൻ ഗാർഡ്. അതേപോലെ നമ്മള് ORVM ഗാർണിഷ് ചെയ്തിട്ടുണ്ട് മിററിലേക്കുള്ളത്. സംഭവം ഇതാണ്. ഇത് ലൈറ്റ് ഗ്രീൻ വണ്ടി ചെയ്താലും നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ? അതന്നെ. അതേപോലെ ക്രോം നമുക്ക് ഭംഗിയുള്ള ഒരു കളറാണ്. ഇതിലൊക്കെ നമുക്ക് ക്രോം നിൽക്കുന്നത് കൊണ്ട് ഇത് ഇത് വണ്ടിയിൽ ഓൾറെഡി വരുന്നത്. ഇത് ഹെഡ്ലൈറ്റിന്റെ ക്രോം വരുന്നത് നമുക്ക് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുള്ളത് ജെന്യൂൻ ആക്സസറീസ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ബാക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ സൈഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. സെൽറ്റോസിന്റെ GTക്ക് തന്നെ സെപ്പറേറ്റ് GTക്ക് മാത്രം. അലൈവില് ഓൾറെഡി നമുക്ക് GTക്ക് വരുന്നത്. സൈഡ് സ്റ്റെപ്പ് നമ്മള് എക്സ്ട്രാ GT ലൈനിന്റെ തന്നെ സൈഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. ബോഡി സൈഡ് മോഡൽ ചെയ്തിട്ടുണ്ട് നമ്മള്. ബോഡി സൈഡ് മോഡലും ചെയ്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലേക്ക് പോകുമ്പോ നമ്മള് ട്രങ്ക് സിൽ ഗാർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് ഈ സംഭവം അല്ലെ, ട്രങ്ക് സിൽ ഗാർഡ് എന്ന് പറയുന്നത്. പല കസ്റ്റമേഴ്സിനും ഡൗട്ട് ഉണ്ടാവും, ട്രങ്ക് സിൽ ഗാർഡ് എന്താണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും കാണിച്ചതിന് നല്ല ഉപകാരമുള്ള കാര്യം. ബോട്ട് മാറ്റ് ഇട്ടുണ്ട്. 3D മാറ്റ് ആണല്ലേ അത്. ഈ 3D മാറ്റ് എന്ന് പറയുന്ന സംഭവം ഇതാണ് അല്ലേ? ഓക്കെ. ബോട്ട് മാറ്റ്. അതുപോലെ നമ്മള് പ്രീമിയം കവർ, ബോഡി കവർ, പ്രീമിയം കവർ വരുന്നത് ജെന്യൂൻ ആക്സസറീസ്. അതുപോലെ തന്നെ നമുക്ക് മൈക്രോ ഫൈബർ ക്ലോത്ത് വരുന്നത്. ഓൾറെഡി ഈ മോഡലിന് ഓൾറെഡി പാഴ്സൽ ട്രേ ഉണ്ട് അല്ലേ? പാഴ്സൽ ട്രേ ഉള്ള മോഡലാണ്. ട്രങ്ക് സിൽ ഗാർഡ്, ബോഡി ബൂട്ട് മാറ്റ് ചെയ്തിട്ടുണ്ട്. ട്രങ്ക് സിൽ ഗാർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗാർണിഷ് നമ്മളിപ്പോ റിയർ ബൂട്ട് ഗാർണിഷ് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മള് പിൻസൊക്കെ GT ലൈനിൽ മാത്രം വരുന്നത്. ഡബിൾ സൈലൻസർ കറക്റ്റ് അറിയാൻ പറ്റില്ല. പിന്നെ അതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള 70 മാറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് വേറെന്തോ പേരല്ലേ, 70 മാറ്റ് പറയാം. പിന്നെ ഡോർ സിൽ ഗാർഡ് എക്സ്ട്രാ ചെയ്തിട്ടുള്ളൂ അല്ലേ? ഇത് ഓൾറെഡി വണ്ടിയിൽ വരുന്നതാണ് നമുക്ക്. പിന്നെ വരണാണ്. പിന്നെ നമ്പർ പ്ലേറ്റ്, ഫ്രെയിം, അതൊക്കെയാണ് നമ്മള് ജെന്യൂൻ പാർട്സ്. അതാണ് ഇതാ നമ്പർ പ്ലേറ്റിന്റെ മുകളിൽ വരുന്ന ബീഡിംഗ് ഫ്രെയിം വരുന്നത്. എക്സ്ട്രാ ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ എന്തെങ്കിലും ആക്സസറീസ് ഇതിൽ നമ്മൾ പിന്നെ എക്സ്ട്രാ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എത്രയും ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓൾറെഡി 360 വരുന്നുണ്ട് വണ്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന ആക്സസറീസ്. ഇതിൽ എനിക്ക് ഇഷ്ടമായത് സൈഡ് സ്റ്റെപ്പാണ് കേട്ടോ. ഈ സൈഡ് സ്റ്റെപ്പ് വർത്താണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർ പറഞ്ഞത് എന്നോട് ഇൻഷുറൻസിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, നമുക്കത് ഇനി വല്ല ആക്സിഡൻസ് ഒക്കെ ഉണ്ടായി ക്ലെയിം ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എനിക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഫീച്ചേഴ്സിൽ നമുക്ക് കിയ വാഹനത്തെ തോൽപ്പിക്കാൻ വേറെ വാഹനം ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫീച്ചേഴ്സ് അപാരം തന്നെയാണ് കേട്ടോ. വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ കാണാൻ എന്താ മേനാന്നറിയൂ. കൊടുക്കുന്ന കാശിൻ്റെ മൂല്യം അത് അവർ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് പുതിയ ഷോറൂമുകളിലൊക്കെ ആയിട്ട് പോയിട്ട് എടുക്കണം. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.